ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ T20 വേൾഡ് കപ്പ് ഇന്ത്യ നേടി വളരെ പോസിറ്റീവായ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. എന്നാൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് ഒട്ടും ഹാപ്പി അല്ലാത്ത എന്നാൽ വളരെ ടെൻഷൻ നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്നുള്ളത്. കാരണം ഇന്നിപ്പോൾ ഓപ്പൺ ആകാൻ പോകുന്ന നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 800 പോയിൻറ്റ് മൈനസാണ്. ഇന്ന് ഏറ്റവും വലിയൊരു ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ആയേക്കാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും 900 പോയിൻ്റ് ഇടിവിലാണ്. പല ഏഷ്യൻ മാർക്കറ്റും ഇടിവിലാണ്. ഉച്ചയ്ക്ക് ഓപ്പൺ ആകാനായിട്ട് പോകുന്ന യൂറോപ്യൻ മാർക്കറ്റും യൂറോപ്യൻ ഫ്യൂച്ചറും വലിയ തോതിൽ ഇടിവിലാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം ക്രൂഡിൻ്റെ വില $100 കവിഞ്ഞു എന്നുള്ളതാണ്. $120 വരെ എത്താം എന്നാണ് അനുമാനം. അതിൻ്റെ ഭാഗമെന്നോണം ഡോളർ ശക്തി പ്രാപിക്കുന്നുണ്ട്. എന്നാൽ അതനുസരിച്ച് ഗോൾഡ് കയറുന്നില്ല. ഗോൾഡ് ചെറിയൊരു ഇടിവിലാണ്. ഇതാണ് മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഉള്ളൊരു കാര്യം. ഇനി യുദ്ധത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ യുദ്ധം 9ാം ദിവസം ഇപ്പോൾ പിന്നിട്ടു. അവിടെ ആയത്തുൽ ഖമീനിയുടെ മകനെ പുതിയ നേതാവായിട്ട് തിരഞ്ഞെടുത്തു. ലബനാനിൽ ആക്രമണം തുടരുന്നുണ്ട്. ഇറാൻ പ്രസിഡൻറ്റ് അറബ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷവും പല ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗൾഫ് മേഖല പഴയ രീതിയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. വർക്ക് ഫ്രം ഹോമൊക്കെ കുറഞ്ഞു. ഓഫീസൊക്കെ അവർ പാർഷ്യലി പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലാണ് ഉള്ളത്. ഇതാണ് യുദ്ധത്തിൻ്റെ പെർസ്പെക്റ്റീവ് ഉള്ളത്. മാർക്കറ്റിൻ്റെ പെർസ്പെക്റ്റീവ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സമ്പദ് വ്യവസ്ഥയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഒരു റിസഷനിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. കാരണം ഗൾഫ് കൺട്രീസ് ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ വലിയ തോതിൽ വെട്ടിക്കുറച്ചു. അതുകൊണ്ട് ക്രൂഡിൻ്റെ വില ഉയരുന്നു. അപ്പോൾ ഇത് മറികടക്കാനായിട്ട് US തന്നെ ഇന്ത്യയോട്, ഈവൻ ഇന്ത്യക്ക് US പെർമിഷൻ ഇല്ലെങ്കിൽ കൂടിയും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാനായിട്ടുള്ള അനുമതി കൊടുക്കുന്നു. ചൈന അവരുടെ ഓയിലിൻ്റെയും ഡീസലിൻ്റെയും എല്ലാം തന്നെ എക്സ്പോർട്ട് ബന്ദ് ചെയ്യുന്നു. കാരണം ചൈന ഏറ്റവും കൂടുതൽ ഓയിൽ ഉപഭോഗം ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയും എക്സ്പോർട്ട് ബന്ദ് ചെയ്യുന്നു. അതിൻ്റെ ഗുണം റിലയൻസ് പോലെയുള്ള കുറച്ച് കമ്പനീസിന് താൽക്കാലികമായിട്ട് കിട്ടുന്നു. പിന്നെ വീണ്ടും റിസഷൻ തന്നെയാണ് ഉള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന റൈസ്, ഫെർട്ടിലൈസർ, വളം, തേയില എന്നീ ഉൽപ്പന്നങ്ങൾ കണ്ടെയ്നറിൽ കെട്ടിക്കിടക്കാണ്. ഇപ്പോൾ കയറ്റുമതി പോകുന്നില്ല. കാരണം അവിടെ റിസഷൻ കാരണം അവർ ഉപഭോഗം കുറച്ചിരിക്കാം. അപ്പോൾ അതെല്ലാം തന്നെ ഇന്ത്യയുടെ എക്സ്പോർട്ട് അത് വലിയ തോതിൽ ബാധിക്കും. ഇതിനിടെ LPG ഗ്യാസ് അതിൻ്റെ വില കൂടിയേക്കാം. അങ്ങനെ കൂടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലും എല്ലാത്തിനും, ഫുഡ് ഉൾപ്പെടെയുള്ള എല്ലാത്തിനും വില കൂടും. ഈ ഒരാഴ്ച ഓൾറെഡി തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരാനിരിക്കുകയാണ്. US ഇൻഫ്ലേഷൻ ഡേറ്റ വരാനിരിക്കുകയാണ്. ഒട്ടും തന്നെ ശുഭകരമായിട്ടുള്ള കാര്യമല്ല മാർക്കറ്റിലും എക്കണോമിയിലും വാർ പെർസ്പെക്റ്റീവിലും ഇപ്പോൾ കാണാനുള്ളത്. നേരെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും താഴെ അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസായ യൂറോപ്യൻ US മാർക്കറ്റുകളാണ്. എന്നാൽ ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റ് 6% ഇടിവ്, കൊറിയ 7% സീവിയർ ഇടിവാണ്. 6 and 7% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡോ കാണാം 2% ഇടിവ്. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇടിഞ്ഞു, സിൽവർ ഇടിഞ്ഞു, ബിറ്റ്കോയിൻ ഇടിഞ്ഞു. ബ്രന്റ് ഓയിൽ മാത്രം 20% കയറി സെഞ്ചുറി അടിച്ച നിലയിലാണ് ഉള്ളത്. നാച്ചുറൽ ഗ്യാസും ഇടിഞ്ഞു, 8% കയറി നാച്ചുറൽ ഗ്യാസ്. ഇതാണ് ഇനിയിപ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമല്ലോ. യൂറോപ്യൻ ഫ്യൂച്ചറും മറ്റേ നിഫ്റ്റിയുടെ ഓപ്പണിങ്ങും എല്ലാം തന്നെ ഇതൊന്നും ഒരു അർത്ഥമല്ല. കാരണം ഇപ്പോൾ കോസ്പിയും കൊറിയയും ജപ്പാൻ മാർക്കറ്റെല്ലാം തന്നെ ഇടിഞ്ഞത് നമ്മൾ കണ്ടു 7%. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് up to 3% ഇടിഞ്ഞാൽ പോലും നമുക്കത് ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല, സർപ്രൈസ് ആവേണ്ട കാര്യമില്ല. കാരണം ഗ്ലോബൽ മാർക്കറ്റ് ഇടിയാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ നമ്മൾ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമെന്നുള്ള ഒരു ഇടിവാണ്. അപ്പോൾ പല സമയത്തും വാരൻ ബഫറ്റ് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ വലിയ തോതിൽ ഇങ്ങനെ ഇടിവ് രേഖപ്പെടുത്തുന്ന സമയത്ത് ലിക്വിഡായിട്ട് ക്യാഷുള്ള ആളുകൾക്ക് നല്ല നല്ല സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് പറ്റും. അങ്ങനെ ലിക്വിഡായിട്ടുള്ള കാശ് ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ വാരൻ ബഫറ്റിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോൾ ലിക്വിഡ് ക്യാഷ് ഉള്ളത്. ഏകദേശം $360 ബില്യൺ ലിക്വിഡ് ക്യാഷ് പുള്ളി ഹോൾഡ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ നല്ല കാലം, നമ്മളുടെ മോശം കാലം വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.